ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ പോകും. അതും തിരുവല്ല വരെ പോയിട്ട് നമുക്കൊരു പ്രൊമോഷനൊക്കെ എടുത്തിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കണം. ആൻഡ് ഗായ്സ്, ഈ പ്രച്ഛന്ന വേഷത്തിലാണ് നമ്മൾ പോകാൻ തുടങ്ങുന്നത്. സ്കൂട്ടർ കൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഒന്നുകിൽ പത്തനംതിട്ട ചെന്നിട്ട് അവിടുന്ന് ബസ്സിന് പോവും, അന്നേരത്തെ ഒരു മൂഡ് പോലെ, അല്ലെങ്കിൽ അങ്ങ് വരെ സ്കൂട്ടറിന് പോകാമെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രച്ഛന്ന വേഷത്തിൽ വരുന്നത് സോനയാണ്. ഒരു ക്യാമറമാനെ ആവശ്യമുണ്ട് നമുക്ക്. ശരിക്കും ക്യാമറ എങ്ങനെ പിടിക്കേണ്ടതെന്ന് പോലും അറിയാത്തൊരു സോനയെ കൊണ്ട് ഞാൻ പോകും. നമ്മച്ചാണ്, നമുക്ക് അറിയത്തില്ല ക്യാമറ പിടിക്കാൻ. എന്നാലും ഞാൻ അവളെ കൊണ്ട് പോകും. അപ്പൊ നമുക്ക് പോകുന്ന വഴിയും തിരുവല്ലയൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ തിരുവല്ല വരെ സ്കൂട്ടറെ പോകാൻ തീരുമാനിച്ചു. അപ്പൊ നമുക്ക് പോകുന്ന വഴി കുലുങ്ങ് തോണ്ടി അവിടെ ചെന്നിട്ട് കാണാം. ബൈ ബൈ. അപ്പൊ ഗൈസ്, ഞാനും സോനയും കൂടെ വന്നിട്ട് ന്യൂ കേരള പട്ട് സെന്ററിന്റെ ഒരു പ്രൊമോഷൻ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോകാൻ തുടങ്ങാം. ഇത്രേ ഉള്ളൂ വ്ളോഗ്, ഇത്രേ ഉള്ളൂ. ഭയങ്കര ചെറിയ വ്ളോഗാണ്. നമ്മൾ ലെങ്തി വ്ളോഗ് ഇട്ടിട്ടും കാര്യമില്ല. നമ്മൾ എടുത്ത് ഷോർട്സ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യും, ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. ഇത് കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് തിരുവല്ല CSS ബുക്ക് സെന്ററിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു ഷോറൂം അല്ലല്ലോ, ഷോപ്പാണ്. ഗൈസ്, പബ്ലിക്കായിട്ട് വീഡിയോ എടുക്കാൻ നല്ല ചളുപ്പുണ്ടെങ്കിലും ഇന്ന് ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് അങ്ങ് എടുക്കാമെന്ന്. നമ്മൾ തിരുവല്ലയിൽ മറ്റേ ഒരു മാൾ ഉണ്ടല്ലോ, ഫ്രൂട്ട് ബേ ഒക്കെ ഉള്ളത്, അവിടെ വന്നിട്ട് ഇപ്പോൾ ഫ്രൂട്ട് ബേയിൽ കയറി എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഓർഡർ ചെയ്തതിന് ശേഷം ഇരുന്ന് മെനു പഠിക്കുന്ന സോനയാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഇതിനു മുന്നേ ഒരു ദിവസം ഇവിടെ വന്നിട്ടുള്ളതാണ്. അന്ന് ഇന്നെന്തൊരു സോന പറഞ്ഞത്, ഇതൊരു ഡ്രൈ ഫ്രൂട്ട്, ഇത് മലബാർ പെർഫെക്റ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നു. പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, നമ്മൾ ഫ്രൂട്ട് ബേയുടെ മെനു പഠിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഓർഡർ എടുത്തോട്ട് പോയിട്ടുണ്ട്. ഓർഡർ വന്നിട്ട് നമുക്ക് കഴിക്കാം. ഇന്ന് നമ്മൾ വന്ന് വീഡിയോ എടുത്തെന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് വേറൊരു പരിപാടിയും ഇന്നത്തെ ദിവസം ഇല്ല. ഇന്ന് നമ്മൾ അടുത്ത ദിവസം ഒരു ചലഞ്ച് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇത് നമുക്ക് വീഡിയോ എടുക്കാനൊരു ദിവസം മാത്രമേ ഉള്ളായിരുന്നു. നേരെ എന്നിട്ട് നമ്മൾ വീട്ടിൽ പോവാണ്. പോകുന്ന വഴി ഏതെങ്കിലും കുഞ്ഞിക്കടയിൽ കയറി എന്തെങ്കിലും കഴിക്കാൻ പറ്റിയാൽ കഴിക്കും. നമ്മൾ ചലഞ്ച് വീഡിയോ ആയിട്ട് നാളെ ഇറങ്ങും. അതും ഇങ്ങനെ ഡെയിലി വ്ളോഗ് പോലെ നമുക്ക് ഇട്ടേക്കാം. ഇനി എന്നും ഡെയിലി വ്ളോഗ് വരും. സെറ്റാ. ഈ സാധനത്തിന്റെ വലുപ്പം നോക്കുന്ന സോനയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മച്ചേനെ ഒരു കൈയുടെ അത്രയേ ഉള്ളൂ. ഇതിന് അടിയിലോട്ട് എനിക്ക് തോന്നുന്നു സേമിയ, നട്ട് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെയാണ്. പക്ഷെ കൊള്ളാം, ഓരോ ബൈസിനും നമുക്ക് നൈറ്റ് കിട്ടുന്നുണ്ട്. ഗൈസ്, ഞാൻ ആദ്യം വിചാരിച്ചു ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും, ഇച്ചിരി ആയിരിക്കും. പക്ഷെ അല്ല, 150 രൂപയ്ക്ക് അത് വർത്ത. 190 രൂപയ്ക്ക് ആ സാധനം വർത്താം. ഞാനിട്ട് അതിൽ 160, 120 ഒരു ഫലൂഡ കാര്യങ്ങളൊക്കെ വരും. സാധാ കടയിൽ, നമ്മുടെ നാട്ടിലല്ല, സാധാ കടകളിൽ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു ശേഖരത്തിന്റെ ഇതിൻ്റെ അത്രയുണ്ട്. നല്ല സാധനമായിരുന്നു, കൊള്ളായിരുന്നു. അപ്പൊ 190 രൂപയ്ക്ക് 10 രൂപയുടെ GST കൊടുത്ത് നമ്മൾ ഫ്രൂട്ട് ബേയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മള് അടുത്തത് വീട്ടിലോട്ട് ഇങ്ങനെ പോവാ. ഹലോ, ഫ്രൂട്ട് ബേന്ന് ഇറങ്ങി നമ്മളിതാ വീട്ടിൽ ഇരിപ്പുണ്ട്. ഇതിനിടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതെന്താ പറയുക, സ്റ്റോറേജ് ഫുള്ളായിപ്പോയി. സ്റ്റോറേജ് ഫുള്ള്. എൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയിട്ട് അതും പറ്റുന്നില്ല, ഡിലീറ്റ് ആവുന്നില്ല. സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഒരു 4-5 തവണ നോക്കി. നമ്മൾ ഇതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് കഴിക്കാൻ കയറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വഴിയോരത്ത് ഇങ്ങനെ ഒരു ചേട്ടൻ ഇങ്ങനെ 100 രൂപയ്ക്കൊക്കെ പാത്രം വിൽക്കുന്ന അവിടെ കയറി. അത് നല്ല രസമായിരുന്നു കാണാൻ. ചുറ്റിനും ആൾക്കാർ കൂടി നിൽക്കുക. ഏതെടുത്താലും 100. പക്ഷെ നല്ല കട്ടിയുള്ള പത്തനംതിട്ടയിൽ. അതും കണ്ട് ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒറ്റ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ സ്റ്റോറേജ് ഫുള്ള്, ഒന്നും വർക്കാവുന്നുമില്ല. എന്തായാലും പോയ വീഡിയോ എടുക്കാൻ നേരെ സ്റ്റക്കാവാതിരുന്നത് ബാക്കി. അപ്പോൾ ഗൈസ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. കഴിഞ്ഞു. അയ്യോ, ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് സാധനം എടുത്ത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അധികം ലെങ്ത് ഒന്നും നമുക്ക് വെച്ചിട്ട് കാര്യമില്ല. ആരും കാണാനില്ല. അപ്പോൾ കാണുന്നവർ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളും ഇങ്ങനെ മുട്ടിട്ട് വരട്ടെ. ഓക്കെ, ബൈ ബൈ, നന്ദി. വീണ്ടും വരിക.